നമസ്കാരം. ഈ പണം ആവശ്യമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള പണം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരാൾക്ക് പൈസ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്കതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കും. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു മനുഷ്യൻ എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഉള്ള അത്യാവശ്യ ചില്ലറ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്തിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ. അപ്പോൾ എൻ്റെ സഹോദരൻ കൂടിയായ നിതിനാണ് ആ പുള്ളിയെ എപ്പോഴും വിളിച്ചു വിടുന്നത്. ഞാൻ പൈസ GPay ചെയ്ത് കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വീട്ടിൽ വന്ന് സാധനം ഡെലിവറി ചെയ്തിട്ട് പോയി. അപ്പോഴാണ് ഇവൻ പറയുന്നത് എങ്ങനെയാണ് ഈ വ്യക്തിയുമായി പരിചയപ്പെട്ടത്. എന്നോ ഒരിക്കൽ ഇവൻ അറിയാതെ കുറച്ച് എമൗണ്ട്, അതായത് 10,75,000 രൂപ ഈ മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കി തെറ്റിച്ച് പോയാണ്. അപ്പം ഈ കിട്ടേണ്ട വ്യക്തിക്ക് ശരിക്കുള്ള വ്യക്തിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല. ഇവർ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ആകാതെ വന്നപ്പോൾ ഇവർ ബാങ്കിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഇന്ന വ്യക്തിക്കാണ് ഈ പൈസ പോയതെന്ന് മനസ്സിലായി. അപ്പോൾ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്പർ തെറ്റിപ്പോയി. പേര് ഏകദേശം സിമിലർ ആണെന്നു, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ എപ്പോഴോ പ്രാവശ്യം ഇതിന് മുമ്പ് ഇവന് ഒരു പ്രാവശ്യം ഡെലിവറിക്ക് വേണ്ടി പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ ഉള്ളിടത്ത് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് ഇത് ആരായി പൈസ അയച്ചു നടത്തില്ല. കാരണം ഈ മനുഷ്യൻ്റെ കുഞ്ഞിന് എന്തോ അസുഖമായിട്ട് ആ സമയം ഹോസ്പിറ്റലായിരുന്നു. ഒരു പക്ഷേ അയാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും സഹായിച്ചതായിരിക്കും എന്നാണ് ഈ മനുഷ്യൻ ആദ്യം കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയല്ല, ആരോ തെറ്റി അയച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ചിലവിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നോക്കണം, അയാളുടെ കുഞ്ഞ് ആശുപത്രിയിലാണ്, അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ആ സമയത്താണ് ആരോ അറിയാത്ത ഒരാൾ പൈസ ഇത്രയും രൂപ ഇട്ടത്. എന്നിട്ട് പോലും ആ മനുഷ്യൻ അതിൽ നിന്ന് 1 രൂപ പോലും എടുത്തില്ല. ഇവൻ വിളിക്കുമ്പം ഒരു പക്ഷേ പ്രതീക്ഷയില്ലാതാണ് വിളിക്കുന്നത്, കാരണം നമ്മൾ അയച്ചു കൊടുത്ത പൈസയാണ്. ആ മനുഷ്യൻ മുഴുവൻ എമൗണ്ടും തിരിച്ചയച്ചു. കാരണം അയാളുടെ ആ സത്യസന്ധത. ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ അതിനുശേഷം എൻ്റെ എല്ലാവിധമായ ഇങ്ങനത്തെ ഓട്ടങ്ങളും ഞാൻ ഈ മനുഷ്യനെയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഇന്നത്തെ കാലത്തും സത്യസന്ധതയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രയാസങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്ത സന്തോഷത്തോടെ കഴിയുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. താങ്ക് യു.